നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആംപിയേഴ്സ് ലോയുടെ ആപ്ലിക്കേഷനാണ്. അതിലടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം ടൊറോയിഡൽ കോയിലാണ്. ഓക്കെ, ഷേപ്പ് ഒരു ഡോനറ്റ് ഷേപ്പിലുള്ള ആ ഒരു കോയിലിനെയാണ് നമ്മൾ ടൊറോയിഡ് എന്ന് വിളിക്കുക. ഓക്കെ, അതായത് സംതിങ് ഇതതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ഓക്കെ, എനിവേ നമുക്ക് കാണാം. അതായത് ഇങ്ങനെ ഒരു ഷേപ്പ് എടുത്തിട്ട് ഇതിൽ കോയിൽ വൗണ്ട് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിനകത്ത് സംതിങ് ലൈക്ക് ആൻ ഉഴുന്നോട ഈ ഷേപ്പിനാണ് ഡോനട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അതേ ഷേപ്പാണ്. ഡോനട്ട് ഷേപ്പിനെയാണ് നമ്മൾ ആ ഡോനട്ട് ഷേപ്പിൽ നമ്മളിങ്ങനെ കോയിൽ ചുറ്റിയെടുക്കുന്നതിനാണ് നമ്മൾ ടൊറോയിഡ് എന്ന് വിളിക്കുക. സോ ദിസ് ഈസ് കോൾഡ് എ ടൊറോയിഡൽ കോയിൽ. അപ്പം ഇങ്ങനെ ഒരു കോയിൽ ഉണ്ടെങ്കിൽ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട കോയിലുണ്ടല്ലോ, അതായത് സോളിനോയിഡ് ഇരുന്നത് ഇങ്ങനെയാണെങ്കിൽ ആ സോളിനോയിഡിനെ വളച്ച് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ ദാറ്റ് ഈസ് കോൾഡ് എ ടൊറോയിഡൽ കോയിൽ. സോ ഈ ടൊറോയിഡൽ കോയിലിനകത്തെ ഫീൽഡ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അത് കുറച്ച് എന്താണ് അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ നമ്മൾ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് വേ ആണ് ഇതെന്ന് പറയാം. നമ്മൾ നേരത്തെ പോലെ ഒരുപാട് അസ്യൂം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കാണുന്നത് ഇതിനകത്ത് ആ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നത് നമ്മുടെ ടൊറോയിഡൽ കോയിലാണെന്ന് വിചാരിക്കാം. ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇറ്റ് ഹാസ് ടു ബി കംപ്ലീറ്റഡ് ലൈക്ക് ദിസ്. നമ്മൾ എന്ത് ചെയ്തു, അതിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ നിന്ന് വ്യൂവിന് വേണ്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നൗ ഇമാജിൻ വി ഹാവ് 3 ആക്സിസ്. ദിസ് ഈസ് ദ എക്സ് ആക്സിസ്, ദിസ് ഈസ് ദ വൈ ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദ Z axis. We have 3 axes. So Z, X and Y. So these are the axes. അപ്പം ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഇവിടെ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ ടൊറോയിഡൽ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് അറിയണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ബയോട്ട്-സവാർട്ട്സ് ലോയുടെ ഹെൽപ്പിലാണ്. അപ്പം നമുക്ക് ബയോട്ട്-സവാർട്ട്സ് ലോ നമുക്കറിയാം. ദാറ്റ് ഈസ് സം dB ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു I cross R, okay, I cross R divided by R cube into DL dash. ഓക്കെ, ഇതാണ് അല്ലെങ്കിൽ DL ലൈൻ എലമെൻറ്റ് DL എന്ന് എടുത്തു കഴിഞ്ഞാൽ DL ഡാഷ് എന്ന് എടുക്കാം. DL ഡാഷ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ലൈൻ എലമെൻറ്റ് കാരണം, ലൈൻ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന. ഓക്കെ, അതായത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മളൊരു ചെറിയ എലമെൻറ്റ് DL എടുക്കുന്നു, അതിലൂടെ I കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് കറണ്ട് ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ I ക്രോസ് R, ഇല്ലെങ്കിൽ നമ്മൾ DL ക്രോസ് R. എങ്ങനെയായാലും എയ്തർ ദ ഡയറക്ഷൻ ഈസ് ഗിവൺ ടു I ഓർ ദ ഡയറക്ഷൻ ഈസ് ഗിവൺ ടു DL. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം അല്ലെങ്കിൽ I പുറത്ത് വരും, ഇവിടെ അല്ലെങ്കിൽ DL ക്രോസ് പ്രോഡക്റ്റിലേക്ക് കയറും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനി രണ്ടായാലും ദേ ആർ ഇക്വലൻറ്റ്. സോ ഈ I ക്രോസ് Rൻ്റെ വാല്യൂ ആണ് ആക്ച്വലി ഈ എക്സ്പ്രഷനകത്ത് DBയുടെ ഡയറക്ഷൻ തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദ I ക്രോസ് R. ഓക്കെ, അപ്പോൾ ആ I ക്രോസ് R കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കട്ട് സെക്ഷൻ എടുത്ത് വെക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇത് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഗ്രിഫിത്തും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഗ്രിഫിത്തിലെ ഡയറക്ഷൻ ഒരു 2D പിക്ചർ വരച്ചിട്ടുണ്ട്, അതിനകത്തൊന്നും ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾ നോക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എക്സാക്ട്ലി ഇവിടെ എക്സാക്ട്ലി സംഭവിക്കുന്നത് ഇങ്ങനെ കുറേ കോയിൽസ് ആണുള്ളത്. ഓക്കെ, ഇങ്ങനെ ചുറ്റി ഇതൊരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോവും, ദെൻ ഇങ്ങനെ. സോ ഇതാണ് നമ്മുടെ കോയിൽ വൗണ്ട് ചെയ്ത് പോയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ കോയിൽ വൗണ്ട് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇതിനകത്തൊന്ന് വേണം നമുക്ക് എന്ത് കണ്ടെത്താൻ, വി വാണ്ട് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ പോയിട്ടുള്ളതിൽ നിന്ന് ഒരു ചെറിയ എലമെൻറ്റ്, ഒരു പാർട്ട്, അതായത് ഈ യെല്ലോയിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള അത്രയും പാർട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം യെല്ലോയിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈറ്റ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഈ ഇമേജിൽ കാണുന്ന പോലെ കുറച്ച് ഹൈറ്റ് ഉണ്ട്. നമ്മൾ അതിലെ തന്നെ ഒരു ചെറിയ പാർട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. സോ ഇത് കർവ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഇവിടെ നിന്ന് ചെറിയൊരു എലമെൻറ്റ് ഓഫ് കറണ്ട്. ഓക്കെ, ഇതൊരു സർക്കുലാർ ആണെങ്കിൽ ഈ സർക്കുലാർ പാർട്ടിൻ്റെ, ഓക്കെ, ഞാനത് റെക്റ്റാങ്കുലർലി വരച്ചു എന്നേ ഉള്ളൂ,
കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന്. സോ ഇങ്ങനെ ഒരു പാർട്ട് ഉണ്ടെങ്കിൽ ആ പാർട്ടിനെ മാത്രം ഓക്കെ ആക്ച്വലി നമുക്ക് എങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു സർക്കിളുണ്ട്, ദെൻ ഇവിടെ ഒരു സർക്കിളുണ്ട്, ഇവിടെ ഒരു സർക്കിളുണ്ട്. കാരണം നമ്മൾ നേരത്തെ എടുത്ത അതേ അസംഷൻസ് ഒക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. അതായത് ഇത് വളരെ ക്ലോസ് ആയിട്ടാണ് വൗണ്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ക്ലോസ് ആയിട്ട് വൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ എലമെൻറ്റിനെയും ഒരു സർക്കിളായിട്ട് എടുക്കാൻ പറ്റും. അതിലെ ഒരു സർക്കിൾ നിങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പം അതിലെ ഒരു സർക്കിളാണ് നമ്മുടെ ഈ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനിൽ വരച്ചേക്കുന്നത്. ജസ്റ്റ് അസ്യൂം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഈ സർക്കിളിൽ തന്നെ ഈ സർക്കിൾ എന്ന് പറയുന്ന ഒരു ഫുൾ സർക്കിളാണ്. ഇതിനകത്തെ ഒരു എലമെൻറ്റ് ഞാൻ എടുക്കുന്നു. അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ഐ ആം കോളിങ് ഇറ്റ് ആസ് DL. ഓക്കെ, DL എന്നോ അല്ലെങ്കിൽ കറണ്ട് അതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഞാൻ I എന്ന് വിളിക്കും. ഓക്കെ, അപ്പം I എന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്തെ ഇവിടെ പോകുന്ന ഒരു സർക്കിൾ ഓഫ് ഓക്കെ ഒരു റിങ്ങിലെ ഒരു ചെറിയ പാർട്ടിനെ. കാരണം നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ എലമെൻറ്റ്സ് എടുക്കുമ്പോൾ അതെന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മുടെ കറണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ അത് കാരണമുള്ള ഫീൽഡുകൾ കാൽക്കുലേറ്റ് അല്ലെങ്കിൽ അത് കാരണമുള്ള വാല്യൂസ്, അത് കാരണമുള്ള ഫീൽഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, സീ ദാറ്റ്. സോ ഫോർ ദാറ്റ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് കുറച്ച് റെഫറൻസുകൾ വേണം. സോ അത് റെഫറൻസായിട്ട് നമ്മൾ XYZ ആക്സിസുകൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഓക്കെ, അപ്പോൾ ഇവിടെയാണല്ലോ ഇവിടെയാണ് നമ്മളുടെ ആ എലമെൻ്റ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മുടെ എലമെൻ്റ് ഇവിടെയാണുള്ളത്. അത് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ കാണില്ല. ഇതിനപ്പുറത്ത് എന്തുണ്ട്? ആ എലമെൻ്റ് ഉണ്ട്. ഇത് രണ്ട് വ്യൂ ആണ്. സോ ഇനി അത് പറയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പൊസിഷൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് എവിടുത്തെ ഫീൽഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, സോ ദ സോഴ്സ് ഈസ് എ ലൈൻ എലമെൻറ്റ് ഓർ ദ കറണ്ട് എലമെൻറ്റ് ഫ്രം ദ ടൊറോയിഡ് ആൻഡ് ദർ ഈസ് എ ഫീൽഡ് പോയിൻറ്റ് ദാറ്റ് ഈസ് ദിസ് ബ്ലാക്ക് ഡോട്ട്. ഈ ബ്ലാക്ക് സ്ഫിയർ കാണുന്ന ഈ പോയിൻ്റാണെന്ത്? നമ്മുടെ ഫീൽഡ് പോയിൻറ്റ്, അല്ലെങ്കിൽ ഈ പോയിൻറ്റിലെ ഫീൽഡാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ വരച്ചിരിക്കുന്ന മറ്റ് വൈറ്റ് ആരോസ് ഒന്നും നോക്കണ്ട. ആകെ നോക്കേണ്ടത് X, Y ആൻഡ് Z ആക്സിസ് ഉണ്ട്, ടൊറോയിഡൽ കോയിലുണ്ട്. കോയിലിൽ നിന്ന് നമ്മളൊരു എലമെൻറ്റിനെ കൺസിഡർ ചെയ്തു. ഈ എലമെൻറ്റ് കാരണം ഈ പോയിൻറ്റ്, അപ്പോൾ നമ്മൾ യൂഷ്വലി വിളിക്കുന്ന പോലെ ഈ പോയിൻറ്റ് നമുക്ക് P എന്ന് വിളിക്കാം. സോ P എന്ന് പറയുന്ന പോയിൻറ്റിലെ ഫീൽഡാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. നമ്മൾ ഫീൽഡ് പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന ഒരു വെക്ടറുണ്ട്. ഇതാണല്ലോ ഒറിജിൻ. സോ ദിസ് ഈസ് അവർ ഒറിജിൻ. ഒറിജിനിൽ നിന്ന് ഫീൽഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുള്ളത്? വി കോൾ ഇറ്റ് ആസ് R'. ഓക്കെ, ഇനി ഒറിജിനിൽ നിന്ന് നമ്മളുടെ ഫീൽഡ് പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്ന് സോഴ്സിലേക്കുള്ളത് R', ഒറിജിനിൽ നിന്ന് ഫീൽഡ് പോയിന്റിലേക്കുള്ളത് R. ഇത് നമ്മുടെ പഴയ കൺവെൻഷനാണ്. ഓക്കെ, R എന്ന് വിളിക്കുന്നത് ഫീൽഡ് പോയിന്റ്. ഓക്കെ, ദെൻ R' എന്ന് പറയുന്ന വെക്ടർ ഡിനോട്ട്സ് ദ സോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് R ഉം R' ആയി. ഇനി R ഉം R' ആയി കഴിഞ്ഞാൽ ദർ വിൽ ബി അനദർ വെക്ടർ. ദാറ്റ് വെക്ടർ ഈസ്, ആസ് യു നോ, ദാറ്റ് ഈസ് ദ E വെക്ടർ. ദാറ്റ് ഈസ് ദിസ് വെക്ടർ. യു ക്യാൻ ഗിവ് സം അതർ കളർ. ഓക്കെ, സോ ഈ പിങ്ക് കളറിൽ കാണുന്നത്, അല്ലെങ്കിൽ കളറെല്ലാം ഓക്കെ, എനിവേ ഈ ലാസ്റ്റ് ഞാൻ ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന ഓക്കെ, ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ R വെക്ടറാണ്. ദാറ്റ് ഈസ് കോൾഡ് ദ R വെക്ടർ. മീൻസ് അവർ സോഴ്സിൽ നിന്ന് അങ്ങോട്ടുള്ള സെപ്പറേഷൻ വെക്ടറാണ്. സോ നൗ എന്തൊക്കെയുണ്ട് നമുക്ക്? വി ഹാവ് R, that is called the separation vector, and we have R, that is the field vector, the position vector of the field point, that is the field vector, and there is R dash, which is the source vector. സോ നമുക്ക് 3 പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഇതിനകത്തുനിന്ന് എനിക്ക് എന്തെഴുതാം? ഐ ക്യാൻ റൈറ്റ് R ഈസ് ഈക്വൽ ടു R മൈനസ് R ഡാഷ്. ദേ ആർ ഓൾ വെക്ടേഴ്സ്. സോ R മൈനസ് R ഡാഷ് എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇനി R എന്താണെന്ന് എക്സാക്ട്ലി കിട്ടി, R ഡാഷും എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഐ ക്യാൻ ഫൈൻഡ് R. ഓക്കെ, ഈ R കണ്ടെത്തി കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ്, ഈ Rഉം Iയുടെ ഡയറക്ഷനും കൂടെ ഒരു ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഐ ക്യാൻ ഫൈൻഡ് ദ ഫൈനൽ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ Rനെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫോർ സിംപ്ലിസിറ്റി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ലെറ്റ്സ് ഇമാജിൻ ഞാൻ ഈ R മായ്ച്ച് കളയാണ്. ഓക്കെ, സെപ്പറേഷൻ വെക്ടർ തൽക്കാലം കൊടുക്കുന്നില്ല. ഇനി ഇതാണല്ലോ നമ്മുടെ R ഡാഷ് വെക്ടർ.
സോ ആർ ഡാഷ് വെക്റ്റർ, ഓക്കെ, ആർ ഡാഷ് വെക്റ്റർ നമ്മളുടെ, ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഈ സാധനത്തിനെ നമ്മൾ നേരെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ഇതാണ് എക്സ് വൈ ആൻഡ് ഇസഡ് ആക്സിസ്. ഇവിടെ ഒരു പോയിൻ്റ് പറയണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ആ റേഡിയസ് ഈ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുള്ളത്, ഫൈ എന്ന് വിളിക്കുക ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അതായത് എക്സ് ആക്സിസുമായിട്ട് ഈ ഓരോ റേഡിയസും അല്ലെ റേഡിയസിൻ്റെ എക്സ് വൈ പ്ലെയിനിലെ പ്രൊജക്ഷൻ രണ്ടായാലും പ്രശ്നമില്ല. സോ അതേതാണ്, ഇതാണ്. അപ്പം ഈ ആർ ഡാഷ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ, ഓക്കെ, ഈ ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫൈ ഡാഷ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഫൈ ഡാഷ്. ഓക്കെ, ഇനി ഇതേ ആർ ഡാഷ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പം ആർ ഡാഷ് ഈ ആംഗിളിനെ ഞാൻ ഫൈ ഡാഷ് എന്ന് വിളിച്ചു. ദെൻ there will be an ഇസഡ് ഡാഷ്. കാരണം എന്തുകൊണ്ടാണ്, ഇത് എക്സാക്ട്ലി, അതായത് ഈ ടൊറോയിഡ് എന്ന് പറയുന്നത് ഒരു ഹൈറ്റ് ഉള്ള സാധനമാണ്. ഇറ്റ് ഈസ് നോട്ട് എ പ്ലെയിൻ. ഓക്കെ, അതായത് ടൊറോയിഡ് ഇരിക്കുന്നത് എവിടെയല്ല, എക്സ് വൈ പ്ലെയിനിലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ടൊറോയിഡിന് എന്തുണ്ട്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ടൊറോയിഡ് എക്സ് വൈ പ്ലെയിനിൽ നിന്ന് എന്താണ്, കുറച്ച് ഹൈറ്റിൽ മുകളിലേക്ക് മാറിയിട്ടാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കുറച്ച് ഹൈറ്റ് മുകളിലേക്കാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ ലൈൻ എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവും, ഒരു ഇസഡ് കോർഡിനേറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ആർ ഡാഷ് എന്ന് പറയുന്ന വെക്ടറിന് ഇൻ ജനറൽ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, സേ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു, ആർ ഡാഷിന് നമുക്ക് സിലിണ്ടറിക്കൽ എഴുതി കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുക, എസ് എന്ന് വിളിക്കുക. സോ ദിസ് ഈസ് കോൾഡ് എസ്. സോ എസ് എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എസ് ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് വെക്ടറാണ്. എസ് എന്ന് യൂസ് ചെയ്യുന്നത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ നമ്മൾ ഈ ഫ്രം ദ ആക്സിസ് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എസ് ഡാഷ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് അലോങ് എക്സ് ക്യാപ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ ഡാഷ് ഈസ് ഈക്വൽ ടു എസ് ഡാഷ് എക്സ് ക്യാപ് എന്നെനിക്ക് എഴുതാം, ഒരു കോർഡിനേറ്റ് ആയി. പ്ലസ് ഇനി ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അതായത് എക്സ് വൈ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്, എക്സ് ആക്സിസുമായിട്ട് നമ്മുടെ എസ് ഡാഷ് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഫൈ ഡാഷ്. ഓക്കെ, അപ്പം അടുത്ത കോർഡിനേറ്റ് ഏതാണ്, ദാറ്റ് ഈസ് കോൾഡ് ഫൈ ഡാഷ്. അപ്പോൾ അടുത്തന്നെ എനിക്ക് എന്ത് വിളിക്കാം, ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് ഫൈ ഡാഷ് along the direction phi cap. ഓക്കെ, ദെൻ പ്ലസ്, ഓക്കെ, ഇനി എന്തും കൂടെ ഉണ്ട്, ഇതിനൊരു ഹൈറ്റ് ഉള്ളതുകൊണ്ട് ദർ വിൽ ബി ആൻ ഇസഡ് ഡാഷ്. സോ ഇതാണ് നമ്മളുടെ ആർ ഡാഷിനെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ എഴുതിയാലുള്ള അവസ്ഥ. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ട്രിപ്ലറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എസ് ഡാഷ് ഫൈ ഡാഷ് ഇസഡ് ഡാഷ്. സോ ദീസ് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് സോഴ്സ് എലമെൻറ്റ് in cylindrical coordinate system. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ നല്ലത് നമുക്ക് എവിടെ പോവാം, വി ക്യാൻ ഡു ഇറ്റ് ഇൻ ദ കാർട്ടീഷ്യൻ സിസ്റ്റം. അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും, ഈ ആർ ഡാഷിനെ കാർട്ടീഷ്യനിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എസ് ഡാഷ് എന്ന് പറയുന്നതിനെ കാർട്ടീഷ്യനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം, അതായത് എക്സ് ഈസ് ഈക്വൽ ടു എസ് കോസ് ഫൈ and y is equal to s sin phi and z is equal to z. ഓക്കെ, ഇതാണ് നമ്മളുടെ സിലിണ്ടറിക്കലിലെ കൺവേർഷൻ ഇക്വേഷൻസ്, എക്സും എസും ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എസ് ഡാഷ് കോസ് ഫൈ ഡാഷ്, ദാറ്റ് ഈസ് ദ എക്സ് കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ് ഡയറക്ഷനിലുള്ളത് എക്സ് ക്യാപ്പ്, പ്ലസ് അടുത്തത് വൈ ഡയറക്ഷനിലുള്ളത് എസ് സൈൻ ഫൈ ഇൻറ്റു വൈ ക്യാപ്പ്, പ്ലസ് ഇസഡ് അതേപോലെ തന്നെ, ദാറ്റ് ഈസ് ഇസഡ് ഡാഷ് ഇസഡ് ക്യാപ്പ്. സോ ദിസ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് അവർ ആർ ഡാഷ് ഇൻ ടേംസ് ഇൻ കാർട്ടീഷ്യൻ. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ആരെ റെപ്രസെൻറ്റ് ചെയ്യണം, വി ഹാവ് ടു റെപ്രസെൻറ്റ് ആർ. ഓക്കെ, അതായത് നമ്മുടെ ഈ വെക്ടറിനെ, ദാറ്റ് ഈസ് ദ ഫീൽഡ് വെക്ടറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഫീൽഡ് പോയിൻ്റ് നമ്മൾ എന്താണ് കുറച്ച് ബുദ്ധിപരമായി എങ്ങനെ ചൂസ് ചെയ്തു, വി ചോസൺ ഇറ്റ് ഇൻ ദ എക്സ് ഇസഡ് പ്ലെയിൻ. ഓക്കെ, ഫോർ സിംപ്ലിസിറ്റി നമ്മൾ എന്ത് ചെയ്തു, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫീൽഡ് വെക്ടർ ഇരിക്കുന്നത് എവിടെയാണ്, ഇറ്റ് ഈസ് ഇൻ ദ എക്സ് ഇസഡ് പ്ലെയിൻ. അപ്പോൾ എക്സ് ഇസഡ് പ്ലെയിനിൽ ഇരിക്കുന്ന ഒരാളുടെ വൈ കമ്പോണൻറ്റ് എന്തായി, ഓൾറെഡി അവിടെ നിന്ന് എന്തായി, വൈ കമ്പോണൻറ്റ് 0 ആയി.
Now ഇതിനെന്തുണ്ട്, there will be an z component and there will be an x component. അതിനെ നമ്മൾ എന്ത് ചെയ്തു, in general അങ്ങനെ തന്നെ എഴുതി. So x component is equal to x, then y component is equal to 0 and z component is equal to z. ഇതാണ് എന്ത്, നമ്മളുടെ r വെക്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫീൽഡ് വെക്റ്ററിനെ നമുക്ക് എഴുതാം, that is field vector. Okay, field vector r is equal to, that is already in Cartesian. Okay, r is equal to എന്താണ്, that is x into x cap plus y illa z into z cap. So we got r and r dash. Now what is this r? So r is equal to r minus r dash, which is equal to just minus them, that is x minus s dash cos phi dash into x cap plus ഇവിടെ y component ഇല്ല, സോ ഇതെന്ത് വരും, 0 മൈനസ് എന്ന് വരും. സോ മൈനസ് s ഇൻറ്റു, ഇവിടെ എസിന് എസ് ഡാഷ് ഉണ്ട്, സൈൻ ഫൈക്ക് ഫൈ ഡാഷ് ഉണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് ദ ആർ ഡാഷ് കോർഡിനേറ്റ്. സോ എസ് ഡാഷ് സൈൻ phi dash into y cap, then plus z minus, so ഇത് r minus r dash, yes, z minus z dash, okay, into z cap, because ഇത് z ഉം ഇത് z ഡാഷും ആണ്, ദേ ആർ നോട്ട് സെയിം, അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്ത് പോകില്ല. അതാണ് എനിക്ക് പെട്ടെന്നൊരു ഡൗട്ട് തോന്നിയത്. ഇല്ല, അപ്പം ഇതാണ് നമ്മളുടെ r എന്ന് പറയുന്നത്. ഇതിനെ ഒന്ന് ഒരുമിച്ച് ഒരു ലൈനിൽ എഴുതിയാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു z മൈനസ് z ഡാഷ് ഇൻറ്റു z ക്യാപ്. സോ ദിസ് ഈസ് മൈ ആർ വെക്റ്റർ. അപ്പോൾ ആർ വെക്റ്റർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്തും കൂടെ വേണം, വി നീഡ് ടു ഗെറ്റ് ദ ഐ. ഓക്കെ, അപ്പം ഐയും കൂടെ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം, വി ക്യാൻ ഫൈൻഡ് ദ ഐ ക്രോസ് ആർ ടു ഗെറ്റ് ദ ഡയറക്ഷൻ ഓഫ് what is called മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ ഡി ബി എന്ന് പറയുന്ന എലമെൻ്റൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഐ ക്രോസ് ആറ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി എന്തായിരിക്കും ഐ ക്രോസ് ആറിൻ്റെ ഡയറക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കണ്ട. അപ്പം നമ്മളുടെ ടൊറോയിഡിൻ്റെ ഈ പോയിന്റിൽ ഇമാജിൻ ഇവിടെ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇത് ഇങ്ങനെ കർവ് ചെയ്ത് ഇങ്ങനെയാണല്ലോ പോകുന്നത്. ഇത് റെക്റ്റാങ്കുലർ ലൂപ്പായിട്ട് വരയ്ക്കാൻ പാടില്ലായിരുന്നു ആക്ച്വലി. ഓക്കെ, സോ ഇങ്ങനെയാണല്ലോ കറങ്ങി, ഇതിൻ്റെ അടിയിലൂടെ ഇതിങ്ങനെ കറങ്ങിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കറിയാം ഇതിനകത്ത് ഓരോ ഡയറക്ഷനും നോക്കാം. അതായത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ എടുക്കുന്ന സമയത്ത് ഈ റേഡിയലി ഔട്ട്വേർഡ് വരുന്ന ഈ ഓരോ ഡയറക്ഷൻസിനെയും എനിക്ക് എന്ത് വിളിക്കാം, ഐ ക്യാൻ കോൾ ദം ആസ് ദ എസ് ഡയറക്ഷൻ. ഓക്കെ, ദെൻ അപ്വേർഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇസഡ് ഡയറക്ഷൻ, ഈ അപ്വേർഡിനെ എനിക്ക് എന്ത് വിളിക്കാം, ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് ഇസഡ് ഡയറക്ഷൻ. നൗ ദർ ഈസ് വൺ മോർ ഡയറക്ഷൻ ദാറ്റ് ഈസ് കോൾഡ് ഫൈ ഡയറക്ഷൻ. ഫൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ലൂപ്പിൻ്റെ അതേ ഡയറക്ഷനിൽ ഇങ്ങനെ പോകുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫൈ ഡയറക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ 3 ഡയറക്ഷൻസ് ആണ് ബേസിക്കലി സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ളത്, എസ്, ഇസഡ്, ഫൈ. നമുക്ക് ഇതിൽ ഏതൊക്കെ ഡയറക്ഷനിൽ നമ്മുടെ കറണ്ട് ഉണ്ടാവുമെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് അതിന് ഈ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് ഇവിടെ നോക്കുക, ഇവിടെ നോക്കിയാൽ കറണ്ട് ഇങ്ങനെ വന്ന് അപ്പുറത്തേക്ക് വന്ന് തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സിംഗിൾ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കറണ്ട് പോകുന്നത് ഒന്ന് ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, ദാറ്റ് ഈസ് ദ എസ് ഡയറക്ഷൻ. ഓക്കെ, സോ എസ് ഡയറക്ഷൻ ഈസ് പ്രസൻറ്റ്. ദെൻ നേരെ താഴേക്ക് എന്ന് പറഞ്ഞാൽ മൈനസ് ഇസഡ് ഡയറക്ഷൻ ആണ്. സോ മൈനസ് ഇസഡോ പ്ലസ് ഇസഡോ എന്തോ ആയിക്കോട്ടെ, എനിവേ ദർ ഈസ് ആൻ ഇസഡ് ഡയറക്ഷൻ. നൗ വാട്ട് ഈസ് ദ ഫൈ ഡയറക്ഷൻ? ഫൈ ഡയറക്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടുണ്ടാവണം അല്ലേ. ഓക്കെ, അതായത് ഇപ്പോൾ വരച്ചിരിക്കുന്ന 2 ഡയറക്ഷനോട് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ടുണ്ടെങ്കിലേ എനിക്ക് എന്ത് പറയാൻ പറ്റൂ, ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് ദ ഫൈ ഡയറക്ഷൻ. പക്ഷേ അങ്ങനെ ഒരു കറണ്ട് ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ സോളിനോയിഡ് പഠിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇതിനെന്തുണ്ടാവില്ല, ഇത് വളരെ ക്ലോസ്ലി വൗണ്ടഡ് ആയിരിക്കും. സോ ഒരു റിസൾട്ടൻ്റ് ആയിട്ട് എന്നിട്ട് ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ച് അങ്ങോട്ടും വൈൻഡിങ് ഉണ്ടെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ നോട്ട് ബി
എനി കമ്പോണൻറ്റ് ഓഫ് കറണ്ട് എലോങ് ദ ഫൈ ഡയറക്ഷൻ. അതായത് ഇങ്ങനെ കറങ്ങി പോകുന്ന കുറച്ചധികം ലൈനുകൾ. ഇവിടെ അടുത്ത കറണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നു, ദിസ് ഈസ് ദ ആർ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻ. ദെൻ ഇവിടെ വരുമ്പോൾ മൈനസ് ആർ ഡയറക്ഷൻ, പിന്നെ അപ്പ് വരുമ്പോൾ വീണ്ടും ഇസഡ്. അപ്പോൾ ഇങ്ങനെ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കറണ്ട് ഉണ്ടാവുള്ളൂ. ദർ ഈസ് നോ കറണ്ട് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. അപ്പോൾ എന്ത് ഡയറക്ഷൻ ഇല്ല, ദർ ഈസ് നോ ഫൈ ക്യാപ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇസഡ് ഡയറക്ഷനും എസ് ഡയറക്ഷനും മാത്രമേ എന്തിനുള്ളൂ, നമ്മളുടെ കറണ്ടിനുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിലൊന്നും നമുക്കിപ്പോൾ കാര്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ടേക്കിംഗ് കറണ്ട് ആസ് ഐ ഈസ് ഈക്വൽ ടു ഐ എസ്. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു ഒരു കമ്പോണൻറ്റ് ഐ എസ് കമ്പോണൻ്റ് ഉണ്ട്, പ്ലസ് അനദർ കമ്പോണൻറ്റ് ഈസ് ദെയർ ദാറ്റ് ഈസ് കോൾഡ് ദ ഐ ഇസഡ് കമ്പോണൻറ്റ്. ഐ എസ് ഇൻറ്റു എസ് ക്യാപ്പ്, ഐ ഇസഡ് ഇൻറ്റു ഇസഡ് ക്യാപ്പ്. നൗ വി ഗോട്ട് R and I. Now just calculate I cross R to get the direction. Okay, direction of the magnetic field. നിങ്ങളൊരു പക്ഷേ ചില ബുക്കിൽ കാണുന്ന പോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സാധനമല്ല. ഇതിനകത്ത് കുറച്ച് ഈ ഡയറക്ഷൻ കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നൗ ലെറ്റ് us do I cross R. I cross R which is equal to x cap, y cap, z cap. Now component of I R. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ടേ. ഇപ്പോൾ നമ്മൾ ആർ എഴുതിയിരിക്കുന്നത് ആർ ഈസ് ആക്ച്വലി ഇൻ കാർട്ടീഷ്യൻ. ഓക്കെ, കാർട്ടീഷ്യൻ ആവാനുള്ള കാരണം നമ്മൾ എക്സ് ക്യാപ്പ്, വൈ ക്യാപ്പ്, ഇസഡ് ക്യാപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ കാർട്ടീഷ്യനിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഈ ഐ എസ് ഇൻറ്റു എസ് ക്യാപ്പ്, ഓക്കെ, ദിസ് ഈസ് നോട്ട് ഇൻ കാർട്ടീഷ്യൻ. ഇസഡ് ക്യാപ്പ് ഈസ് ഓക്കെ, അത് കാർട്ടീഷ്യനിലാണ്. അതായത് നമ്മൾ കറണ്ട് എഴുതിയിരിക്കുന്നത് ഏതിനകത്താണ്, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലും, ഓക്കെ, മറ്റേത് കാർട്ടീഷ്യനിലും. ഒരു കാർട്ടീഷ്യനിൽ എഴുതിയിരിക്കുന്ന ഒരാളും സിലിണ്ട്രിക്കൽ എഴുതിയിരിക്കുന്ന രണ്ട് ഡിഫറൻറ്റ് കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് മേക്ക് എ കാൽക്കുലേഷൻ. അപ്പം ഐയെ ഞാൻ എന്ത് ചെയ്യണം, ഐ ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ദ കറസ്പോണ്ടിങ് കാർട്ടീഷ്യൻ. ഓക്കെ, അപ്പം എസ് ക്യാപ്പിനെ എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ കൺവേർട്ട് ഇറ്റ് ആസ്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചുള്ള കൺവേർഷൻ ഉണ്ട്, അത് വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം. ഞാനിപ്പം ഡയറക്റ്റ്ലി അങ്ങ് എഴുതാണ്, അല്ലെ എസ് ക്യാപ്പിൻ്റെ കൺവേർഷൻ നോക്കിയാലും മതി. ഐ എസ് രണ്ട് കമ്പോണൻ്റായിട്ട് മാറും. ദ കമ്പോണൻസ് ആർ ഐ എസ്, ഓക്കെ, അല്ലെങ്കിൽ എസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് രണ്ടായിട്ട് മാറും, സിമ്പിൾ, കോസ് ഫൈ ഡാഷ് ഇൻറ്റു എസ് ക്യാപ്പ് പ്ലസ് ഐ എസ് ഇൻറ്റു സൈൻ ഫൈ ഡാഷ് ഇൻറ്റു എസ് ക്യാപ്പ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്ന് ഞാൻ പറയാം. സോ ഇവിടെ ശ്രദ്ധിക്കുക, സപ്പോസ് ഇതാണല്ലോ നമ്മുടെ ഓവറോൾ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെയുള്ള ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെയുള്ള ഒരു എലമെൻറ്റിൽ ഒരു ഐ എസ് ഇൻറ്റു എസ് ക്യാപ്പ് കമ്പോണൻ്റ് ഉണ്ട് അല്ലേ. ഐ എസ് ഇൻറ്റു എസ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ടായിരിക്കും, ദിസ് വിൽ ബി ടുവേർഡ്സ് ഹിയർ. ഇതാണ് നമ്മുടെ ഐ എസ് ഇൻറ്റു എസ് ക്യാപ്പ് എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ഇത് എത്ര ആംഗിളിലായിരുന്നു, ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഫൈ ഡാഷ് ആംഗിളിലായിരുന്നു. അപ്പോൾ ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പോണൻ്റ് എടുത്താൽ മതി. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഇതിപ്പോൾ ഇത്രയും ദൂരം നിൽക്കുകയാണല്ലോ. സോ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഐ എസ് എസ് ക്യാപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങ് ചേർത്ത് വെക്കുന്നതായിട്ട് അസ്യൂം ചെയ്യാം. അപ്പം ഇപ്പോഴും ഈ വെക്ടറിൻ്റെ ലെങ്ത് എത്ര, ഞാൻ ഇതിനെ എടുത്ത് അവിടെ കൊണ്ട് വെച്ചതാണ്. സോ ഇതെന്ന് പറഞ്ഞാൽ ഐ എസ് ഇൻറ്റു എസ് ക്യാപ്പാണ് ഇതിൻ്റെ ഡയറക്ഷൻ അല്ലെ ഈ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫൈ ഡാഷ് ആണ്. സോ ദിസ് ഈസ് എക്സ് കമ്പോണൻറ്റ് ആൻഡ് ദിസ് ഈസ് വൈ കമ്പോണൻറ്റ്. അപ്പോൾ ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും എന്തായിരിക്കും, ഇത് ഐ എസ് ഇൻറ്റു എസ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഐ എസ് ആണ്. സോ ഐ എസ് കോസ് ഫൈ ഡാഷ് ഇതെന്ത് വരും, ഐ എസ് സൈൻ ഫൈ ഡാഷ് എന്നും വരും. സോ അങ്ങനെയാണിത് കൺവേർട്ട് ആവുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ യൂണിറ്റ് വെക്ടേഴ്സ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കുക, അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് ചെയ്യാം. യൂണിറ്റ് വെക്ടേഴ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇവിടെ. സോ ദാറ്റ് ഈസ് ഐ ഇസഡ് ഇൻറ്റു, നൗ ദിസ് ഈസ് നോട്ട് എസ് ക്യാപ്പ്, ദിസ് ഈസ് y cap and this is x cap and y cap and iz into z cap. Now we converted it into Cartesian. Okay, അപ്പോൾ ഇനി കാർട്ടീഷ്യനിലുള്ള രണ്ടുപേരെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, we can make the cross product. Okay, so ഇവിടെ നോക്കുക, x cap, y cap, z cap. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കമ്പോണൻ്റ് എടുക്കാം. ദാറ്റ് ഈസ് ഐ എസ് ഇൻറ്റു cos phi dash, then is into sin phi dash and is. They are the components. ഇനി r ൻ്റെ കമ്പോണൻസ് എഴുതാം. r ൻ്റെ കമ്പോണൻസ്
x minus s dash cos phi dash, okay, x minus s dash cos phi dash. Then അടുത്ത കമ്പോണൻ്റ് എന്ന് പറയുമ്പം മൈനസ് എസ് ഡാഷ് സൈൻ phi dash into the last component is z minus z dash. So this are ഇതാണ് നമ്മുടെ I cross R. Now ഈ I cross R കാൽക്കുലേറ്റ് ചെയ്യാം. Let's take the cross product. So this is equal to first x cap into is into sin phi dash. രണ്ടിനകത്ത് ഒരു സൈൻ ഫൈ ഡാഷ് ഉണ്ട്. സോ ആ സൈൻ ഫൈ ഡാഷിന് ഇനി കോമൺ എടുക്കുന്നു, ക്യാപ്പ് പിന്നെ ഇടാം. ഓക്കെ, അല്ലെങ്കിൽ സൈൻ ഫൈ ഡാഷ് ഇൻറ്റു സോ ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് എക്സ് ക്യാപ്പ് സൈൻ ഫൈ ഡാഷ് ഇൻറ്റു ബാക്കി എന്തുണ്ട് ഐ എസ് ഇസഡ് മൈനസ് ഇസഡ് ഡാഷ്. ഓക്കെ, ഐ എസ് ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് ഡാഷ് മൈനസ് എന്നുള്ളത് പ്ലസ് ആവും I z into sin phi dash. Okay, I z into sin phi dash. So this will be the first component. Now the second component is minus y cap into so minus y cap പോയി കഴിഞ്ഞാൽ ഇത്ര ഉണ്ട്. സോ ബാക്കിയുള്ളതിനെ എടുത്തു കഴിഞ്ഞാൽ I s cos phi dash. ഓക്കെ, കോസ് ഫൈ ഡാഷ് കോമൺ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഐ എസ് കോസ് ഫൈ ഡാഷ് ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് ഡാഷ് ക്രോസ് ചെയ്തു. ദെൻ മൈനസ് എക്സ് മൈനസ് എസ് ഡാഷ് കോസ് ഫൈ ഡാഷ് ഇൻറ്റു ഐ ഇസഡ്. സോ ദിസ് വിൽ ബി ദ y component. And finally there is an z component, that is z cap into z cap എഴുതുന്ന സമയത്ത് z cap എഴുതി കഴിഞ്ഞാൽ സേ ഐ എസ് ഇൻറ്റു കോസ് ഫൈ ഡാഷ്. ഇവിടെ ഇവിടെ ഒരു സൈൻ ഫൈ ഡാഷ് ഉണ്ട്, മറ്റേനകത്ത് ഒരു സൈൻ ഫൈ ഡാഷ് വരും. സോ സൈൻ ഫൈ ഡാഷിനെ ഇനി കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട് ഐ എസ് ഇൻറ്റു മൈനസ് എസ് ഡാഷ്. ഓക്കെ, ഓക്കെ, മൈനസ് എടുത്ത് ആദ്യം ഇട്ടേക്കാം. ഐ എസ് ഇൻറ്റു എസ് ഡാഷ്, ഐ എസ് ഇൻറ്റു അല്ല ഐ എസ് കോസ് ഫൈ ഡാഷ്, ഐ എസ് കോസ് ഫൈ ഡാഷ് ഇൻറ്റു എസ് ഡാഷ് മൈനസ് എക്സ് മൈനസ് എസ് ഡാഷ് കോസ് ഫൈ ഡാഷ്. സോ അത് ഈ ടൈമാണ് ഇൻറ്റു ഐ എസ്. ഓക്കെ, ആ സൈൻ ഫൈ ഡാഷ് നമ്മൾ ഓൾറെഡി കോമൺ എടുത്തു. ഓക്കെ സർ, എക്സ് ക്യാപ്പിന്റെ കമ്പോണന്റ് ഏതാ? എക്സ് ക്യാപ്പിന്റെ കമ്പോണൻ്റ് എറർ ഉണ്ടോ? എക്സ് ക്യാപ്പിൻ്റെ കമ്പോണൻ്റ് എടുക്കുമ്പം ഐ എസ് ഇൻറ്റു സൈൻ ഫൈ ഡാഷ്. സോ ഐ എസ് ഇൻറ്റു സൈൻ ഫൈ ഡാഷ് ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് ഡാഷ് മൈനസ് ഒരു എസ് ഡാഷിൻ്റെ കുറവുണ്ട്. യെസ്, ഈ എസ് ഡാഷ് വരാനുണ്ട്. ഓക്കെ, ഫൈൻ. സൈൻ ഫൈ ഡാഷ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് ഐ എസ് എഡ് ഇൻറ്റു ഇസഡ് ഡാഷ് മാത്രമേ വരത്തുള്ളൂ. കറക്റ്റ് അല്ലേ? ഐ സെഡ് ഇൻറ്റു ഇസഡ് ഡാഷ്. യെസ്, സൈൻ ഫൈ ഡാഷ് ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയാൽ മതിയായിരുന്നു, കുഴപ്പമില്ല. സോ ഐ സെഡ് ഇൻറ്റു ഇസഡ് ഡാഷ് അപ്പോൾ കറക്റ്റായി തോന്നുന്നു. ദിസ് ഇസ് മൈനസ് പ്ലസ്. ഓക്കെ, സോ എനിവേ അപ്പോൾ നമ്മൾ ഇത്ര എത്തിച്ചു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ സൈൻ ഫൈ ഡാഷ് കോമൺ എടുക്കുന്നതിലൊരു ഉദ്ദേശമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ആദ്യമേ കോമൺ എടുക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ചെയ്താലും മതി. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? വി ഗോട്ട് അപ് ടു ദിസ്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് എക്സ് ക്യാപ്പ് ഉണ്ട്, വൈ ക്യാപ്പ് ഉണ്ട്, ഇസഡ് ക്യാപ്പ് ഉണ്ട്. അതായത് 3 ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, നൗ ലെറ്റ്സ് വെയിറ്റ്. ഇനി നമ്മൾ വീണ്ടും ആ ഫിഗറിലേക്ക് പോവാം. ഫിഗറിലേക്ക് പോകുമ്പോഴുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഫിഗറിനകത്ത് നോക്കിയാൽ വി മാർക്ക്ഡ് ദിസ് ആംഗിൾ. ഈ ഞാൻ എന്തായാലും പറഞ്ഞ് നിങ്ങൾ ഈ ക്രോസ് പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റീചെക്ക് ചെയ്തോളൂ, പിന്നെ ചെയ്യാം. കാരണം അവിടെ അല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതിനകത്തെ ടേംസിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ ഡയറക്ഷനാണ്. സോ നമുക്ക് നിങ്ങളൊന്നുകൂടെ ചെയ്ത് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ അത് സെറ്റ് വയ്ക്കേണ്ട, കറക്റ്റായിട്ട് ചെയ്തോളൂ. പക്ഷേ ഇപ്പം നമുക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ ഫൈ ഡാഷ് ഗ്യാപ്പിലുള്ള അല്ലേ, അതായത് ഫൈ ഡാഷ് ആംഗിൾ ഉണ്ടാക്കുന്ന ഒരു എലമെൻ്റാണ് നമ്മൾ ഇവിടുന്ന് എടുത്തത്. ഓക്കെ, ഒരു കറണ്ട് എലമെൻ്റാണ് ഞാൻ ഈ ഭാഗത്തുനിന്ന് എടുത്തത്. ഇനിയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ
അതേ ബാക്കി എല്ലാം സെയിം ആയിട്ട് ഇതിപ്പോൾ എത്ര അകലത്തിലായിരുന്നു, എസ് ഡാഷ് അകലത്തിലായിരുന്നു, ഇസഡ് ഡാഷ് ഹൈറ്റിലായിരുന്നു. ഓക്കെ, ഇസഡ് ഡാഷ് ഹൈറ്റിലായിരുന്നു. ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ ഇവിടുന്ന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ എസ് ഡാഷും അതേ ഇസഡ് ഡാഷും ഉള്ള, എന്ന് വെച്ചാൽ അതേ അകലത്തിൽ അതേ ഇസഡ് ഡാഷുള്ള വേറൊരാളെ എനിക്ക് ഇപ്പുറത്ത് ചൂസ് ചെയ്യാം വിത്ത് ഫൈ ആസ് മൈനസ് ഫൈ ഡാഷ്. ഓക്കെ, അതായത് ഇങ്ങോട്ടൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഫൈ ഡാഷിൽ ഒരാളെ എടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് ഫൈ ഡാഷിൽ എനിക്ക് വേറൊരാളെ എടുക്കാൻ പറ്റും. Okay, that means I can find that exactly or symmetrically another line element. പക്ഷേ what is the only difference? The phi becomes phi is equal to minus phi dash ആയിട്ട് മാറും. ആംഗിൾ എന്തായി മൈനസ് ഫൈ ഡാഷ് ആയിട്ട് മാറും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എലമെൻറ്റ് കൂടി എനിക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഇനി ഏതെടുത്താലും, ഇവിടെ ഞാൻ വേറൊന്നും എടുത്താലും എനിക്ക് മറ്റൊരു അതേ മൈനസ് ഫൈ ഡാഷിൽ ഇവിടെ നിന്ന് എടുക്കാം, ഇവിടെ നിന്ന് എടുക്കാം, ഇവിടെ നിന്ന് എടുക്കാം. സോ സിമെട്രിക്കൽ എനിക്ക് ഒരുപാടെണ്ണം കണ്ടെത്താൻ പറ്റും. ഓക്കെ, സോ ആ സിമെട്രിക് എന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് എന്താവും, അപ്പം ഇതേതാണ് ഫസ്റ്റ് എലമെൻറ്റ് കാരണമുള്ള ഐ ക്രോസ് ആർ ആണ് ഞാൻ ഈ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഐ ക്രോസ് ആർ. ഇനി നമ്മൾ നോക്കുക, ഇനി അതേ ഇത് ഇവിടുത്തെ ആർ വെക്ടർ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഓക്കെ, സെപ്പറേഷൻ വെക്ടർ. അതേപോലെ ഇവിടെ ഒരു സെപ്പറേഷൻ വെക്ടർ ഉണ്ടാവും. രണ്ട് സെപ്പറേഷൻ വെക്ടറിൻ്റെയും ഡിസ്റ്റൻസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് നമ്മുടെ ഡി ബിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി ബി ഡ്യൂ ടു ദ ഫസ്റ്റ് എലമെൻറ്റ്, നമുക്ക് ഈ പാർട്ടിനെ നമുക്ക് ഫസ്റ്റ് എലമെൻ്റ് എന്ന് വിളിക്കാം. ഡി ബി ഡ്യൂ ടു ദ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ മ്യൂ സീറോ ബൈ 4π ഇൻറ്റു ഐ ക്രോസ് ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു ഡി എൽ ഡാഷ് എന്നായിരുന്നു. ഓക്കെ, ഇനി ഡി ബി ഡ്യൂ ടു ഇതിനകത്ത് ഈ ആറിനകത്ത് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അല്ലെങ്കിൽ ആർ എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ ഐ ക്രോസ് ആർ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഡി ബി വണ്ണിനകത്തെ ഏക വ്യത്യാസം എന്താണ്, ദാറ്റ് ഫൈ ഈസ് ഈക്വൽ ടു ഫൈ ഡാഷ് ആയിരുന്നു. ഇനി നമ്മൾ ഡി ബി ടു ഇവാലുവേറ്റ് ചെയ്യാൻ പോയാൽ എന്തായിരിക്കും, നമുക്ക് ഇതേ പ്രൊസീജിയർ വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ അത്രയും ചെയ്യാൻ പോകുന്നില്ല. പകരം മ്യൂ 0/4π തന്നെ ആയിരിക്കും. കറണ്ട് സെയിം ആണ്, ഐ ക്രോസ് ആർ ആണ്, ഡിവൈഡഡ് ബൈ, പക്ഷേ ഐ ക്രോസ് ആർ എക്സാക്ട്ലി അല്ല, കാരണം അവിടുത്തെ ഫൈ എന്താണ്, ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് ഫൈ ഡാഷ്. ബാക്കി കോർഡിനേറ്റ്സ് എല്ലാം സെയിം ആണ്, സെയിം ആസ് ബിഫോർ. ഓക്കെ, പക്ഷേ ഫൈ മാത്രം മാറി. നൗ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്, കാരണം ആ ഡിസ്റ്റൻസ് സെപ്പറേഷൻ വെക്ടറിൽ ഒരു മാറ്റവും ഇല്ല. നൗ ലാസ്റ്റ് ഡി എൽ ഡാഷ്. അപ്പോൾ ആകെ മാറ്റം വന്ന എന്താണ്, ഈ ഫൈ എന്ന് പറയുന്നത് മൈനസ് ഫൈ ഡാഷ് ആയി എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവർ തമ്മിലുള്ള സം എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഡി ബി 1 പ്ലസ് ഡി ബി 2 എന്ന് പറയുന്ന സം ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, സമ്മിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അതായത് ഇവിടുന്ന് ഒരു എലമെൻ്റ് എടുത്തു, അതേപോലെ ഇവിടുന്ന് ഒരെണ്ണം എടുത്തു, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു റിസൾട്ടൻ്റ് ഉണ്ടാവും. റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ ക്രോസ് ആറും ഈ ഐ ക്രോസ് ആറും കൂടെ സം ചെയ്താൽ മതിയല്ലോ. കാരണം ഡയറക്ഷൻ കിടക്കുന്ന അവിടെയാണ്, വെക്ടർ നേച്ചറുള്ള എവിടെ, മ്യൂ 0/4πയും ഡി എൽ ഡാഷും എല്ലാം കോമൺ ആയിട്ട് പുറത്ത് വരും. ഇനി ഡയറക്ഷൻ ഓഫ് ഡി ബി 1 പ്ലസ് ഡി ബി 2 എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ എന്തിന് ഇവാലുവേറ്റ് ചെയ്താൽ മതി, ഐ ക്രോസ് ആർ ഇവാലുവേറ്റഡ് അറ്റ് ഫൈ ഡാഷ് പ്ലസ് ഐ ക്രോസ് ആർ ഇവാലുവേറ്റഡ് അറ്റ് മൈനസ് ഫൈ ഡാഷ്. ഇത് രണ്ടും ചെയ്താൽ മാത്രം മതിയല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി സെപ്പറേറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകണ്ട. വി ഹാവ് ദ എക്സ്പ്രഷൻ ഫോർ ഐ ക്രോസ് ആർ. ഓക്കെ, ആ ഐ ക്രോസ് ആറിൻ്റെ എക്സ്പ്രഷൻ എടുത്തിട്ട് ഫൈ ഡാഷിൻ്റെ അടുത്തെല്ലാം എന്ത് കൊടുത്താൽ മതി, മൈനസ് ഫൈ ഡാഷ് എന്ന് കൊടുത്താൽ മതിയാവും. ഓക്കെ, സോ ദിസ് ഈസ് അവർ എക്സ്പ്രഷൻ ഫോർ ഐ ക്രോസ് ആർ വിച്ച് ഈസ് ഇവാലുവേറ്റഡ് അറ്റ് ഫൈ ഡാഷ്. ഓക്കെ, ഇത് ഫൈ ഡാഷിൽ ഇവാലുവേറ്റ് ചെയ്തത്. ഇനി ഇതേ ഐ ക്രോസ് ആറിനെ നമ്മൾ എവിടെ ഇവാലുവേറ്റ് ചെയ്യണം, വി ഹാവ് ടു ഇവാലുവേറ്റ് ഇറ്റ് മൈനസ് ഫൈ ഡാഷ്. ഞാനത് കംപ്ലീറ്റ്ലി ചെയ്യുന്നില്ല. എവിടെയൊക്കെ ഫൈ ഡാഷ് ഉണ്ടോ അവിടെ എല്ലാം മൈനസ് ഫൈ ഡാഷ് കൊടുക്കുക. സോ വരുന്ന വ്യത്യാസം എന്തായിരിക്കും, ഫൈ ഡാഷ് കിടക്കുന്നത് ആസ് ആൻ ആംഗിളാണ്. കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ കോസ് കിടക്കുന്നിടത്തൊക്കെ നിങ്ങൾ ഫൈ ഡാഷ് കൊടുത്തു എന്നും പറഞ്ഞ് ഒരു മാറ്റം ഉണ്ടാവില്ല, അത് അതേപോലെ തന്നെ തുടരും. ഓക്കെ, സോ അവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഡിഫറൻസ് വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ സൈൻ ഉള്ളിടത്താണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ടൈം എന്താവും, എക്സ് ഡാഷ് ഇൻറ്റു സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ആവും. സോ മൈനസ് സൈൻ ഫൈ ഡാഷ്. ഓക്കെ, എക്സ് ക്യാപ്പ്, എന്നിട്ട് ബാക്കി എന്താണോ ബ്രാക്കറ്റിലുള്ള ടേംസ് അതേപോലെ. ഇനി വൈ ക്യാപ്പിൻ്റെ പ്ലേസ് നോക്കുക. വൈ ക്യാപ്പിൻ്റെ പ്ലേസ് നോക്കിക്കഴിഞ്ഞാൽ മൈനസ് വൈ ക്യാപ്പ് ഐ എസ് കോസ്, ഇവിടെ കോസ്. ഓക്കെ, സോ സെയിം ടേം വിൽ റിപ്പീറ്റ്. പ്ലസ്
ഇസഡ് ഡാഷിൻ്റെ ടൈം, ഇസഡിൻ്റെ ടൈം നോക്കുക. ഇസഡ് ക്യാപ് വേണമെങ്കിൽ ഇവിടെ നിന്ന് മൈനസ് കോമൺ എടുക്കാം, ആവശ്യമില്ല, അവിടെ ഇരുന്നോട്ടെ. ബ്രാക്കറ്റിലുള്ള അതുപോലെ ഇട്ടാൽ മതിയല്ലോ. സൈൻ ഫൈ ഡാഷ് എന്താവും? മൈനസ് സൈൻ ഫൈ ഡാഷ്. ഓക്കെ, ഇൻ ടു ബ്രാക്കറ്റിലുള്ള. അതായത് മുമ്പലത്തേതിൽ നിന്ന് ഐ ക്രോസ് ആർ ഇവാലുവേറ്റഡ് അറ്റ് ഫൈ ഡാഷും ഐ ക്രോസ് ആർ ഇവാലുവേറ്റഡ് അറ്റ് മൈനസ് ഫൈ ഡാഷും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കമ്പോണൻറ്റും ഇസഡ് കമ്പോണൻറ്റും എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിരിക്കും. വൈ കമ്പോണൻറ്റ് വിൽ റിമൈൻ ദ സെയിം. ഇത്രേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ് നിങ്ങൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ അത്ര ബോധേഡ് ആവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷേ സൈൻ ഞാനിവിടെ ഇട്ടത് മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം ഈ സൈൻ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം വീണ്ടും ഈ പറഞ്ഞ പോലെ ക്യാൻസൽ ആവാതെ വരും. സോ സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ ഫൈ കോസ് ഫൈ ആണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിങ്ങനെ ക്യാൻസൽ ആവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈൻ ഫൈ ഡാഷിനെ അങ്ങ് കോമൺ എടുക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അകത്തുനിന്ന് വീണ്ടും എടുത്ത് മാറ്റിയൊക്കെ എടുക്കേണ്ടി വരും. ഇത് ആദ്യമേ കോമൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് മനസ്സിലായി, ഇത് രണ്ടും ഒരുമിച്ച് വരുമെന്ന് മനസ്സിലായി. സോ ദ സം വിൽ ബി, സോ ഡയറക്ഷൻ ഓഫ് ഡി ബി അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ ഐ ക്രോസ് ആർ ഇവാലുവേറ്റഡ് അറ്റ് ഫൈ ഡാഷ് പ്ലസ് ഐ ക്രോസ് ആർ ഇവാലുവേറ്റഡ് അറ്റ് മൈനസ് ഫൈ ഡാഷ് വിൽ ഓൺലി കണ്ടെയ്ൻസ് എ കമ്പോണൻറ്റ് വൈ ക്യാപ്പ്. ഓക്കെ, അതായത് വൈ ക്യാപ്പ് മൈനസ് വൈ ക്യാപ്പോ പ്ലസ് വൈ ക്യാപ്പോ ആയിക്കോട്ടെ, അത് നമ്മൾ തൽക്കാലം ബോധർ ചെയ്യേണ്ട. എനിവേ നമുക്ക് അതിനകത്ത് ഇഷ്യൂ ഇല്ല. നമ്മൾ എന്തെടുത്തു, അത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം, യൂസിങ് ആ വൈ ക്യാപ്പ് എങ്ങോട്ടിരിക്കും എന്നുള്ളത് നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാം. എന്തായാലും സിമ്പിളായിട്ട് എനിക്ക് എന്ത് മനസ്സിലായി, ദർ ഈസ് ഓൺലി എ വൈ ക്യാപ്പ് ഡയറക്ഷൻ എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. അപ്പം നമ്മൾ ഈ രണ്ട് എലമെൻറ്റ്സ് കാരണമുള്ള ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ, ഓക്കെ, അതായത് ഈ രണ്ട് എലമെൻറ്റ്സ് കാരണമുള്ള ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് വൈ ക്യാപ്പ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ വൈ ക്യാപ്പ് ഡയറക്ഷൻ്റെ പ്രത്യേകത എന്താണ്, ദാറ്റ് വൈ നമ്മൾ ആറ്, ഓക്കെ, ഈ ആറെന്ന് പറയുന്ന ഫീൽഡ് പോയിൻ്റ് നമ്മൾ എടുത്തത് എവിടെയായിരുന്നു, വി ടുക്ക് ദ ഫീൽഡ് പോയിൻ്റ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ടായിരിക്കും എന്തുണ്ടാവുക, വൈ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ വൈ ഇങ്ങോട്ടാണ്, ഇവിടെ ഈ പോയിന്റിൽ ഇവിടെ. ഇനി ഇതേ പരിപാടി നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ടേക്ക് അനദർ, നമ്മൾ ചെയ്യുന്നില്ല, വി ക്യാൻ ടേക്ക് അനദർ പ്ലെയിൻ ഹിയർ. അതായത് നമ്മുടെ ഫീൽഡ് പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയൊരു പ്ലെയിനിലേക്ക് ഫിക്സ് ചെയ്യാണ്. ഏത് പ്ലെയിൻ, ഇസഡ് വൈ പ്ലെയിൻ. എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് അസ്യൂം ചെയ്യുക. ദെൻ ഈ പോയിന്റിലെ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അന്നേരം നമുക്ക് ഇത് എങ്ങോട്ട് കിട്ടുമെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് മൈനസ് എക്സ് ക്യാപ്പ് ഡയറക്ഷനിൽ കിട്ടും. ഇനി ഇപ്പുറത്തെ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് കിട്ടും, ഇങ്ങോട്ട് കിട്ടും. അതായത് ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഗെറ്റ് എ ഫീൽഡ് ദാറ്റ് ഈസ് കേളിങ് അറൗണ്ട് ദ ഇസഡ് ആക്സിസ്. അല്ലെങ്കിൽ ഈ ഇസഡ് ആക്സിന് ചുറ്റും കറങ്ങി വരുന്ന, ജസ്റ്റ് വൈ കമ്പോണൻ്റ് ഉണ്ടെന്നല്ല അതിനർത്ഥം. അതിൻ്റെ കമ്പോണൻ്റ് ജസ്റ്റ് വൈ മാത്രമല്ല ഉള്ളത്, അത് എന്തായിട്ട് മാറുന്നു, ആ വൈ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഓരോ പോയിന്റിൽ വരുമ്പോഴും മാറിക്കൊണ്ടിരിക്കും. സോ ഫൈനലി അതിലുണ്ടാവുക ഒരു, അതായത് ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു ഫീൽഡാണ് നമുക്ക് കിട്ടുക. അതായത് അതിനർത്ഥം അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഇറ്റ് ഈസ് എലോങ് ഫൈ ക്യാപ്പ്. ഓക്കെ, ഇസഡ് ആക്സിന് ചുറ്റും കറങ്ങി വരുന്ന സർക്കംഫറൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് എവിടെ ഉണ്ടാവുക, ഒരു ടൊറോയിഡിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ആംബിയേഴ്സ് ലോയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കത് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം, വി നീഡ് ടു നോ ദ ഡയറക്ഷൻ. എങ്കിൽ മാത്രമേ ബി ഡോട്ട് ഡി എൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇപ്പം എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് ഇത്രയും ചെയ്യുന്നതാണ് അതിൻ്റെ ശരിയായ രീതി, എസ് എ ഒക്കെ ആണെങ്കിൽ. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത് ഫൈ ക്യാപ്പ് ഡയറക്ഷനിലായിരിക്കും എന്നെഴുതി വെക്കുമെങ്കിലും ചെയ്യണം. ഓക്കെ, അല്ലാതെ വെറുതെ നമ്മൾ 2-3 സർക്കിൾസ് വരച്ചിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുത്. ഈ ഫൈ ക്യാപ്പ് ഡയറക്ഷനിലായിരിക്കും എന്തുള്ളത്, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ഫൈ ക്യാപ്പ് ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് എന്ന് നമ്മൾ എടുത്ത് പറഞ്ഞിട്ട് വേണം, ഓക്കെ, എടുത്ത് പറഞ്ഞിട്ട് വേണം നമ്മൾ ഇനി ബാക്കി അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നൗ കഴിഞ്ഞു. അതായത് നമുക്ക് ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി വളരെ എളുപ്പമാണ്. അതായത് ആംബിയേഴ്സ് ലോ നമുക്ക് വളരെ എളുപ്പമായിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നും, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്ര എളുപ്പമൊന്നും അല്ല ആംബിയേഴ്സ് ലോ. കാരണം നമ്മൾ എല്ലായിടത്തും എന്ത് ചെയ്യേണ്ടി വരും, വി ഹാവ് ടു അപ്ലൈ സംതിങ് കോൾഡ് ദ ഡയറക്ഷൻ. വി ഹാവ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓൾവേസ്. സോ അതാണ് അതിനകത്തൊരു പ്രശ്നം. ഓക്കെ, അപ്പോൾ നമ്മളിനി അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ എടുക്കുകയാണ്. അതായത് നേരെ മുകളിൽ നിന്ന് നോക്കുന്നു. ഓക്കെ, അപ്പോൾ നേരെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. ഓക്കെ, അപ്പം ഇനി ഇതിനകത്ത് കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഇത് പറയാം, അത് ഇഷ്യൂ അല്ല. ഒരു സെക്കൻഡ്.
ഓക്കെ. എനിവേ ഫൈ ക്യാപ്പ് ആണ് എന്തെന്ന് കിട്ടി, വി ഗോട്ട് ഇറ്റ് ആസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഫൈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇവിടെ ഇങ്ങനെ കറങ്ങി വരുന്നതായിരിക്കും. സോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ കറങ്ങി വരുന്ന രീതിയിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അത് അകത്തായാലും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, പുറത്തായാലും ഉണ്ടാവുന്ന എങ്ങനെ ആയിരിക്കും, ഇൻസൈഡ് ആയാലും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ അപ്ലൈ ദ ആംപിയേഴ്സ് സർക്യൂട്ട് ലോ. സോ ഫോർ അപ്ലൈയിങ് ദാറ്റ് വി ആർ ഡ്രോയിങ് എ സർക്കിൾ. സർക്കിൾ നമ്മൾ എവിടെയൊക്കെ വരയ്ക്കും, വി ഡ്രോ അറ്റ് ദ 3 regions. One is inside, okay, that is in, ഇപ്പോൾ എന്താ പറയുന്നത്, ഔട്ട്സൈഡ് ദ കോയിൽ എന്ന് പറയാം. ഓക്കെ, ഔട്ട്സൈഡ് ദ കോയിൽ എന്ന് പറയുമ്പോൾ കോയിലിന് പുറത്തെന്ന് പറയുമ്പോൾ ഇവിടെ വരും, ഇവിടെ വരും. ഇനി കോയിലിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ത്രൂ ഹിയർ. ഓക്കെ, അത് ഞാൻ വേറൊരു ഫിഗർ വരച്ച് കാണിച്ചു തരാം. അതായത് ആ യെല്ലോ തിക്നെസ്സിനകത്തൂടെ പോകുന്നൊരു ലൈൻ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ആദ്യം ഈ ലൈൻ വരച്ച് നോക്കാം. ഓക്കെ, ലെറ്റ് ദിസ് ബി ഒരു സർക്കിളാണ്. ഇതാണ് നമ്മുടെ എന്ത് ആംപിയർ സർക്യൂട്ട് ലോ അപ്ലൈ ചെയ്യാനുള്ള ഇത്. സോ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു, സംഭവം നമ്മൾ എടുത്തിരിക്കുന്ന സർക്കിളിൻ്റെ ഡയറക്ഷനും എന്താണ്, ഫൈ ക്യാപ് ഡയറക്ഷനാണ്, സർക്കംഫറൻഷ്യലാണ്. ബിയുടെ ഡയറക്ഷനും സർക്കംഫറൻഷ്യലാണ്. സോ ബി ഡോട്ട് ഡി എൽ പാരലാണ്. സോ ദിസ് ബിക്കംസ് ബി ഡി എൽ. ബി ഇൻറ്റു ഡി എൽ എന്ന് പറയുമ്പോൾ ലെറ്റ് ഇറ്റ്സ് റേഡിയസ് ബി ആർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, ബി ഇൻറ്റു 2πr എന്ന് വരും. നൗ ആർ എച്ച് എസിൽ എന്താണ്, ഈ ഏരിയ കട്ട് ചെയ്ത് കറണ്ട് വല്ലതും പോകുന്നുണ്ടോ നോക്കുമ്പോൾ മനസ്സിലാവും, ദർ ഈസ് നോ കറണ്ട് ഈസ് ക്രോസിങ് ദിസ് ഏരിയ. നിങ്ങൾ ഇതിനകത്തൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് മുകളിലേക്ക് കറണ്ടുകളൊന്നുമില്ല. സോ ദർ വോണ്ട് ബി എനി കറണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദ ആർ എച്ച് എസ് mu0 into 0. So B is equal to 0. Okay. Now let us draw another circle for the second line. നമ്മൾ അടുത്ത സർക്കിൾ വരയ്ക്കുന്നത് ഇതാണ്, ഔട്ട്സൈഡ്. ഓക്കെ, ഔട്ട്സൈഡ് അതായത് നമ്മുടെ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി. ഇതാണ് ആർ എന്ന് പറയുന്നതാണ് ടൊറോയിഡിൻ്റെ റേഡിയസ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സർക്കിൾ വരയ്ക്കുന്നു എന്ന് അസ്യൂം ചെയ്താൽ മതി. ഗ്രേറ്റർ ദാൻ ആറായിട്ട് നമ്മൾ പുതിയൊരെണ്ണം വരയ്ക്കുന്നു. ഇവിടെയും ലെഫ്റ്റ് സൈഡ് വളരെ എളുപ്പമാണ്, ബി ഇൻറ്റു ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു, ഓക്കെ, ബോത്ത് ആർ സർക്കംഫറൻഷ്യൽ. സോ സിംപ്ലി ദാറ്റ് ഈസ് ബി ഡി എൽ. അപ്പോൾ അതെന്താവും, വിച്ച് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു 2πr. നൗ ദ എൽ എച്ച് എസ്. ഓക്കെ, നൗ വാട്ട് ഈസ് ദ mu0i? mu0i എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇനി വരയ്ക്കുന്നതിൻ്റെ പുറത്തുള്ളതാണ്. അപ്പോൾ ആ വലിയ ഏരിയയിലൂടെ കറണ്ട് വല്ലതും ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ വി ഹാവ് ടു ഫേസ് ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനെ നോക്കുക, അതായത് ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു സർക്കിൾ. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, ഈ ഏരിയയിലൂടെ കറണ്ട് പോകുന്നുണ്ട്. അതായത് മുകളിലേക്കൊരു, ഇതിങ്ങനെയാണ് ലൂപ്പ് എന്നുണ്ടെങ്കിൽ മുകളിലേക്കൊരു കറണ്ട് പോകുന്നുണ്ട്. ദെൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, അതെന്ത് ചെയ്യുകയാണ്, എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സർക്കിളിനെ അല്ലെങ്കിൽ നമ്മുടെ ആംപീരിയൻ ലൂപ്പിനെ കട്ട് ചെയ്തിട്ടാണ് മേളിലോട്ട് കയറി പോകുന്നത്. പക്ഷേ നമുക്ക് വേണ്ടുന്നത് ടോട്ടൽ കറണ്ടാണ്. ഓക്കെ, നോട്ട് എ സിംഗിൾ കറണ്ട്, ഐ ടോട്ടലാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ മുകളിലേക്കും കറണ്ട് പോകുന്നുണ്ട്, അതേ കറണ്ട് തന്നെ ആ സർക്കുലർ റിങ് വഴി നേരെ താഴേക്കും വരുന്നുണ്ട്. സോ ദ നെറ്റ് കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് കറണ്ട് ക്രോസ് ചെയ്യുന്നുണ്ട്, ബട്ട് ദ ടോട്ടൽ കറണ്ട് ഈസ് 0. സോ ദ റൈറ്റ് സൈഡ് ഈസ് 0. സോ ബി ഈസ് ഈക്വൽ ടു അഗെയിൻ 0. ഓക്കെ, അപ്പം ഇതാണ് അതിനകത്തെ പ്രശ്നം. വീണ്ടും എന്തായി, അതിനകത്തൂടെ കറണ്ട് ക്രോസ് ചെയ്യുന്നില്ല എന്നുള്ള ഇഷ്യൂയിലേക്ക് നമ്മൾ എത്തി. ഇമാജിൻ ദിസ് ഇസ് അവർ ടൊറോയിഡ്. ഓക്കെ, അപ്പോൾ ടൊറോയിഡിൻ്റെ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച ഫീൽഡ് ഇവിടെ ബി ഈസ് ഈക്വൽ ടു 0, ഇവിടെ ബി ഈസ് ഈക്വൽ ടു 0. നൗ വാട്ട് ഈസ് ഇൻസൈഡ് ഇറ്റ്? ഓക്കെ, അതാണ് നമ്മുടെ ചോദ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ക്യാൻ ഡ്രോ അനദർ സർക്കിൾ ഇൻസൈഡ് ഇറ്റ്. ദിസ് ഈസ് ദ ആംപീരിയൻ ലൂപ്പ്. ഓക്കെ, അപ്പം ഈ ആംപീരിയൻ ലൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈ മാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡിന് പോസിബിൾ ആയിട്ടുള്ള ഡയറക്ഷൻ. സോ ബി ഇൻറ്റു 2πr വിൽ ബി ദ എൽ എച്ച് എസ്. വാട്ട് ഈസ് ദ mu0i എൻക്ലോസ്ഡ്? ഓക്കെ, അപ്പം നമുക്കിവിടെ നോക്കാം. സപ്പോസ് ഇതിന് n ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. ദറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് n ആണെന്ന് വിചാരിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഈസ് n. ദിസ് ഈസ് നോട്ട് ദ സ്മോൾ n, ദിസ് ഈസ് ദ ടോട്ടൽ ടേൺസ്. ഓക്കെ, സോ ടോട്ടൽ ടേൺസ് ക്യാപിറ്റൽ N ആണെന്ന് വിചാരിക്കാം. അപ്പം ഓരോ ടേണിലൂടെയും I കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതിനു മുമ്പ് ഇങ്ങനെ ഞാനൊരു ലൂപ്പ് വരച്ചു കഴിഞ്ഞാൽ ഈ ലൂപ്പിൻ്റെ ഏരിയ ക്രോസ് ചെയ്ത്, ഓക്കെ, ഇത് ഇവിടം വരെ ഉള്ളൂ, അപ്പുറത്തോട്ടില്ല, ഏരിയ ക്രോസ് ചെയ്ത് കറണ്ട് വല്ലതും പാസ് ചെയ്യുന്നുണ്ടാവുമോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ അതായത് നമ്മൾ വരയ്ക്കുന്നത് ഈസ് ത്രൂ ഇതിനകത്തൂടെ, ഇവിടെ നിന്ന് ഇങ്ങനെ കയറി, ഓക്കെ, ഇതിനകത്തൂടെ വന്ന് അങ്ങ് എഡ്ജിൽ പോവില്ല, ഇങ്ങനെ വരും. ഓക്കെ, ഈ വരുന്ന ലൂപ്പാണ് നമ്മൾ വരച്ചിരിക്കുന്നത്.
ഈ ലൂപ്പ് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. സപ്പോസ് ഇതാണ് നമ്മളുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് താഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് ക്രോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഈ താഴേക്ക് ക്രോസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ സൈഡിലൂടെ, അത് താഴേക്കോ മുകളിലേക്കോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതെന്ത് ചെയ്യും, ഇത് എക്സാക്ട്ലി നമ്മുടെ സർക്കിൾ ക്രോസ് ചെയ്താണ് പോകുന്നത്. പക്ഷേ അതിനെ മുമ്പലത്തെ സർക്കിളിൻ്റെ, ആ ലാർജർ സർക്കിളിൻ്റെ പ്രശ്നം എന്തായിരുന്നു, അതിനെ ക്യാൻസൽ ചെയ്യാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള കറണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ എന്തില്ല, അങ്ങനെ ഒരു കറണ്ട് ഇല്ല, വൺ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. സോ ഇഫ് ദർ ആർ n ടേൺസ്, ദെൻ n ഇൻറ്റു I വിൽ ബി ദ നെറ്റ് കറണ്ട് ഫ്ലോയിങ്. സോ n ഇൻറ്റു I വിൽ ബി ദ net current flowing. So I can write it as mu 0 I is equal to mu 0 into n I, where n is the capital I. So B is equal to mu 0 n I divided by 2 pi r എന്ന് എനിക്ക് എഴുതാം. Okay, where r is the distance to the point inside. Okay, ഈ പോയിന്റിലേക്കുള്ള റേഡിയൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇങ്ങോട്ടാകുമ്പോൾ വീണ്ടും ഫീൽഡ് കൂടും, ഇങ്ങോട്ട് വരുമ്പോൾ കുറയും. ഇങ്ങോട്ട് വരും, ദൂരേക്ക് പോകുമ്പോൾ കുറയും, അടുത്തേക്ക് വരുമ്പോൾ കൂടുകയും ചെയ്യും. ഓക്കെ, 1/r റിലേഷനാണ്. സോ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇതിനകത്തുള്ള ഏത് പോയിൻ്റ് ആണെങ്കിലും. അപ്പോൾ അകത്ത് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഫീൽഡ് ഉണ്ടാവുള്ളൂ. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് B of r ഈസ് ഈക്വൽ ടു mu 0 n I by 2 pi r. Okay, 2 pi r into phi cap, that is the direction is phi cap, and this is inside and 0 outside. So this is the field due to a toroidal